ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. കരുളായൂർ വനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പൂച്ചപ്പാറ മണിയുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക സഹായത്തിന്റെ ആദ്യ ഗഡു വനം വകുപ്പ് മന്ത്രി കെ ശശീന്ദ്രൻ കുടുംബത്തിന് കൈമാറി. നെടുങ്കയത്ത് നിന്നും 18 കിലോമീറ്ററോളം ഉൾക്കാട്ടിൽ സാഹസികമായി സഞ്ചരിച്ചെത്തിയ മന്ത്രി കണ്ണിക്കയിൽ വെച്ചാണ് മണിയുടെ മകൾ മീരയ്ക്കും സഹോദരൻ അയ്യപ്പനും സഹായം കൈമാറിയത്. ശനിയാഴ്ച വൈകിട്ട് 6:45ഓടെയാണ് കണ്ണിക്കൈക്ക് സമീപം വെച്ച് മണിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുന്നത്. രാത്രി 11:30ഓടെ മരണപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ വനം വകുപ്പ് 10 ലക്ഷം രൂപ കുടുംബത്തിന് ആശ്വാസ സഹായമായി പ്രഖ്യാപിച്ചിരുന്നു. ഈ നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡുവാണ് മന്ത്രി നേരിട്ടെത്തി കുടുംബാംഗങ്ങൾക്ക് കൈമാറിയത്. നെടുങ്കയത്ത് നിന്നും 18 കിലോമീറ്ററോളം ഉൾക്കാട്ടിൽ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലെ കണ്ണിക്കൈയിലെത്തിയാണ് പൂച്ചപ്പാറയിലെ കുടുംബങ്ങൾ സഹായം കൈപ്പറ്റിയത്. പൂച്ചപ്പാറ വിളക്കുമലയിൽ നിന്നും മണിയുടെ മകൾ മീര, സഹോദരൻ അയ്യപ്പൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളാണ് കണ്ണിക്കയിൽ നിന്നെത്തിയിരുന്നത്. മണിയുടെ മകളെയും സഹോദരൻ അയ്യപ്പനെയും മന്ത്രി ആശ്വസിപ്പിച്ചു. ഇവരുടെ അവസ്ഥ മുഖ്യമന്ത്രിയുടെയും പട്ടികവർഗ വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും സർക്കാരിൽ നിന്ന് നൽകാവുന്ന പരമാവധി സഹായം എത്തിച്ചു നൽകാൻ ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ ഇതൊരു അനാവശ്യമായി മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു പ്രശ്നം. മറ്റ് പ്രശ്നങ്ങളെ പോലെ കേസെടുത്തില്ല എന്നൊക്കെ നിങ്ങൾ ചോദിച്ചു. ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു പ്രശ്നമായതുകൊണ്ടാണ്. അപ്പോൾ ആ മനഃപൂർവ്വം ഉണ്ടാക്കുമ്പോൾ അതിന് സതുദ്ദേശമല്ല. ജനങ്ങളോടൊപ്പം നിന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ കേസുകളിൽ പലതിലും വളരെ ഉദാരമായ നിലപാട് തന്നെയാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. കാരണം അത് അന്നേരം ഉണ്ടാകുന്ന ആകസ്മികമായ വികാരത്തിൻ്റെയും ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നടന്ന സ്പോണ്ടേനിയസ് ആയിട്ടുള്ള സമരങ്ങൾ ഇവിടെ എന്താ ഉണ്ടായിട്ടുള്ളത്? അപ്പം അത് കുറച്ചും കൂടി പക്വതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനും മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്താനും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെയും പോലീസ് ഓഫീസറെയും അധിക്ഷേപം പറയാനും കിട്ടുന്ന ഓരോ പിടിവള്ളിയും ഉപയോഗിക്കുന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥയുണ്ടല്ലോ. ദയവായി അദ്ദേഹത്തിനൊരു നല്ല പരിചയമുള്ള, വളരെ കാലത്തെ പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ പിതാവ് ആയിട്ടുള്ള വളരെ ബന്ധമുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പേര് ഞാൻ അപേക്ഷിച്ചു. ദയവായി നമ്മൾ പ്രശ്നങ്ങളെ പക്വതയോടുകൂടി കാണാനും പരിഹാരം കാണാനുള്ള ശ്രമം. അങ്ങനെ ശ്രമിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ സഹകരണം, അത് പ്രതിപക്ഷമാണെന്നോ ഭരണപക്ഷമാണെന്നോ നോക്കാതെ എല്ലാ സഹകരണവും ഉണ്ടാകും. ഇനിയും ഈ പ്രദേശത്ത് ഞാൻ ഇന്നിവിടെ കണ്ട കാഴ്ചകളൊക്കെ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. ആ കാഴ്ചകളുടെ അടിസ്ഥാനത്തിൽ ഇനിയും ഈ പ്രദേശത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നത് ബഹുമാനപ്പെട്ട പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രിയെ ഈ രണ്ടുപേരെയും ഞാൻ ധരിപ്പിക്കുന്നതാണ്. കുടുംബത്തിന് തൊഴിൽ കൊടുക്കുന്നതായിട്ട് എന്തെങ്കിലും നമ്മൾ പറഞ്ഞ വാക്കെല്ലാം പാലിച്ചു. അതിലൊന്നൊരു സാധാരണ എന്താണ് ഈ പറഞ്ഞത്, നമ്മൾ വാക്ക് പറഞ്ഞിട്ട് ചെയ്തില്ല, സ്വാഭാവികമായും പ്രതിഷേധിക്കാം. ഇത് പല സ്ഥലത്തു നിന്നുമായി വന്ന ആളുകളെ കൂട്ടി ഒരു പ്രതിഷേധവുമാകാം. അത് അക്രമാസക്തമായ പ്രതിഷേധത്തിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിൽ സതുദ്ദേശമല്ല എന്ന് ഇവിടെ വന്നെത്തിയ നമ്മൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആ ബോധ്യമാണ്, എൻ്റെ ഈ വർത്തമാനമല്ല, നിങ്ങളുടെ ആ ബോധ്യമാണ് ജനങ്ങൾ അറിയേണ്ടത്. കുടുംബാംഗങ്ങളെ കണ്ട് ആശ്വാസം പകരാനുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഇവിടെ എത്തിയതെന്നും ഒപ്പം മണിയെ ആശുപത്രിയിലെത്തിക്കാൻ വൈകിയെന്ന കാരണത്തിലുണ്ടാക്കിയ വിവാദം ശരിയാണോ എന്ന് ബോധ്യപ്പെടാനുമാണ് ഇത്രയും ദൂരം സഞ്ചരിച്ചതെന്നും ദുർഘടം പിടിച്ച വനപാതയിലൂടെ മണിക്കൂറുകൾ സഞ്ചരിച്ചാൽ മാത്രമേ നാട്ടിലെത്തിക്കാൻ കഴിയുകയുള്ളൂവെന്നും അത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അത് നേരിട്ട് ബോധ്യമായെന്നും മന്ത്രി പറഞ്ഞു. നിലമ്പൂർ സൌത്ത് DFO G ധനിക് ലാല്, ACF അനീഷ സിദ്ദീഖ്, NCP സംസ്ഥാന സെക്രട്ടറി PV അജ്മൽ, കരുളായി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ PK മുജീബ് റഹ്മാൻ, വിനോദ് ചെല്ലൻ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുളായി. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.